സ്നേഹമേ വരണേ. Thank you.
എല്ലാം ശ്രദ്ധിക്കുക. എല്ലാവരും പടകൾ ചുരുക്കി അവരുടെ കയ്യിൽ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പടകൾ മടക്കി അവരോട് തന്നെ സൂക്ഷിക്കുക. കൊടികളും അതുപോലെ തന്നെ കൈകളും തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൊടകളും കൊടികളും അവരോട് തന്നെ സൂക്ഷിക്കുക. തിരിച്ചൊരുക്കങ്ങളും അതുപോലെ തന്നെ കുരിശുകളും മാത്രം കപ്പകളിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കി എല്ലാവരും കൊടകൾ ചുരുക്കി അവരോട് തന്നെ വഹിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കൊടകൾ ചുരുക്കി അവരോട് തന്നെ കയ്യിൽ വെക്കാൻ വേണ്ടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. കാണാറുണ്ടേ ജോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് പള്ളിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പള്ളിയിലാണ്. ഇന്ന് താമസിച്ച് പോയി. ഇന്ന് ഞാൻ മേലുകാവിൽ ഒരു കോളേജിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഓടി വന്നതാണ്. ഈ കോളേജിൽ
മാതാവിന്റെ അച്ഛനാണ്. അച്ഛന് ഇപ്പോൾ സെൻറ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അച്ഛനാണ്. അതിനെ വളരെ സ്നേഹപൂർവ്വം സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചുറ്റടിയച്ച, ഡീനച്ച, ഭൂമിയച്ച, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1951 ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം. ആ ലേഖനത്തിൽ മുൻപ് ഇപ്രകാരം വലിയൊരു ചോദ്യം ലോകത്തിന് മുഴുവൻ കൊടുത്തു: 50 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും ലോകം എന്നതിനെ പറ്റി നല്ല ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഒന്നാമതൊരു സമ്മാനം കൊടുക്കും. ആ സമ്മാനത്തിന് അർഹമായ ലേഖനമാണ് ഇന്ത്യ ടുഡേയിൽ 1951 ജനുവരി എഡിഷനിൽ ഒരു ദിവസം പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്രകാരമാണ് ആ ലേഖനത്തിന്റെ ഉൾക്കാമ്പ്. കുറെ വിശദീകരണം 50 വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ എഴുതി വെച്ചിട്ട് 100 വർഷങ്ങൾക്ക് ശേഷവും ഇപ്രകാരമായിരിക്കും ലോകമെന്ന അധിക കണ്ണോടുകൂടി കാണാൻ പറ്റിയ ജിം റോസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ആ ലേഖനത്തിൽ 1ാം സമ്മാനം കിട്ടിയത്. അദ്ദേഹം എഴുതി പിടിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറു ചിത്രവും കൂടി വരച്ചു വെച്ചു. ചിത്രം ഇപ്രകാരമാണ്: ഒരു മനുഷ്യന്റെ രൂപം. ആ മനുഷ്യന്റെ രൂപത്തിന് ചില പ്രത്യേകതകളുണ്ട്. വലിയ തല. ആ മനുഷ്യന്റെ കരങ്ങളിലേക്ക് നോക്കുമ്പോൾ കൈകളുണ്ട്, കൈപ്പത്തിയില്ല. ആ മനുഷ്യന്റെ ഹൃദയഭാഗം ഉടലോടുകൂടി ചുരുങ്ങിയിരിക്കുന്നു. ആ മനുഷ്യന്റെ കാൽപാദം ഇല്ല, കാലുകൾ ശോഷിച്ചിരിക്കുന്നു. ഇതായിരിക്കും 50 വർഷവും 100 വർഷവും കഴിഞ്ഞ മനുഷ്യന്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹം വിവരിച്ചു വെച്ചത്. ആ വിവരണങ്ങൾ ഒരുപാട് താഴേക്ക് പോകുന്നു. ഈ അടുത്തിടെ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നു, അതിനെപ്പറ്റി വിശദീകരണങ്ങൾ നടന്നു. ഇത് ശരിക്കും സത്യമായി പോയല്ലോ, 1075 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ എഴുതി വെച്ചത് ശരിക്കും ചില യാഥാർത്ഥ്യങ്ങളാണല്ലോ എന്നത് അപ്പാടെ അടുത്തിടെ ഇന്ത്യ ടുഡേയും പ്രസിദ്ധീകരിച്ചു, കഴിഞ്ഞ ഡിസംബർ ലക്കത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരുന്നു ഇതിന്റെ ഒരു വ്യാഖ്യാനം ഈ ആധുനിക കാലഘട്ടത്തിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. വലിയ തലയുള്ള മനുഷ്യനെന്ന് കാട്ടിയിട്ട്
ഇപ്രകാരം അതിന്റെ താഴെ കുറെ കുറിപ്പുകൾ എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യന്റെ തല വികസിച്ചു. മനുഷ്യന് സ്പേസിൽ എവിടെയെങ്കിലും സ്ഥലം മേടിക്കുന്നതിന്, ചന്ദ്രനിൽ സ്ഥലം മേടിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എലോൺ മസ്കിന്റെ കാലഘട്ടമായി സ്പേസ് എക്സും അദ്ദേഹത്തിന്റെ കമ്പനികളും എങ്ങനെ ബഹിരാകാശ നിലയങ്ങളിലേക്ക് പോകാം, അവിടെ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാം തുടങ്ങിയ ചിന്തകളാണ് മനുഷ്യന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഒരുപാട് ജീവിതം മുമ്പോട്ടേക്ക് വികസിച്ചു. ഇന്ന് AI-യുടെ കാലമായി. എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് ഒരു കുഞ്ഞ് സയൻസ് പഠിച്ചെടുത്ത് MBBS അഡ്മിഷൻ കിട്ടി, നീറ്റ് പരീക്ഷ പാസ്സായി MBBS അഡ്മിഷൻ കിട്ടി. 5 വർഷം കൊണ്ട് ഒരു കുഞ്ഞ് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഒരു റോബോട്ടിന് പഠിച്ചെടുക്കാൻ പറ്റുമെന്നും, ആ റോബോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനാണ് ശസ്ത്രക്രിയ നടത്തുന്നത് എങ്കിൽ ഹൃദയം കൃത്യമായി എല്ലാ ധമനികളും രക്തം പമ്പ് ചെയ്യുന്നതിൽ തടസ്സപ്പെടുമെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അടുത്തത് എന്ത് ചെയ്യണമെന്ന് തീരുമാനങ്ങളെടുത്ത് തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന റോബോട്ടുകളുടെ തലമുറ, അതിനെയാണ് AI എന്ന് വിളിക്കുക. അത്തരത്തിലേക്ക് മനുഷ്യൻ അങ്ങ് വികസിച്ചു വന്നിരിക്കുന്നു. മനുഷ്യൻ സാധ്യമാകുന്നത്രേ അവന്റെ തല വികസിച്ചു എന്നതാണ് വലിയ തല കൊണ്ട് ഉദ്ദേശിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ, മനുഷ്യരുടെ അറിവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അറിവ് നേടിയ മനുഷ്യൻ എന്തിനാണ് അറിവുകൾ പങ്കുവെക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നേടാം. ഉത്തരം ഇപ്രകാരമാണ്: തന്റെ അറിവ് മറ്റൊരു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നെങ്കിലേ ആ അറിവിന് അസ്തിത്വമുള്ളൂ, എന്ന് വെച്ചാൽ ജീവനുള്ളൂ ചുരുക്കം. ഇപ്രകാരം വലിയ തലയുള്ള മനുഷ്യൻ ഇന്ന് നമ്മളോട് ഈ വിശുദ്ധ തോമാസ് ലീഗായുടെ തിരുനാളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ തോമാസ് ലീഗ എപ്രകാരമായിരുന്നു ആ ജീവിതം? ഏറ്റവും ഹൃദയസ്പർശിയായ ചില രംഗമുണ്ട്. ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടിട്ട് ബഥാനിയയിലേക്ക് പോകാൻ തയ്യാറായ ഈശോ എല്ലാവരും പറഞ്ഞു പോകണ്ട, യൂതന്മാർ നിന്നെ കൊല്ലാൻ അവിടെ ആലോചനകൾ നടത്തുകയാണ്, പോകണ്ട. ഈശോ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോകും. വീണ്ടും ശിഷ്യന്മാർ പറഞ്ഞു പോകരുത്. അപ്പോഴേക്കും ചാടി തോമാസ് ലീഗ പറയുന്നു വാ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. എന്ന് വെച്ചാൽ കരുത്തുള്ള മനുഷ്യനാണ് വിജ്ഞാനം നേടിയ മനുഷ്യൻ. എങ്കിൽ ഈ വിജ്ഞാനം നേടിയ മനുഷ്യൻ മറ്റുള്ളവരെ എപ്രകാരം കരുത്തുള്ളവരാക്കി മാറ്റുന്നു എന്നതിനെ പറ്റിയാണ് ചിന്ത. അപ്പോൾ തലയുണ്ടായിട്ട് കാര്യമില്ല, കരുത്തുണ്ടാകാനും കരുത്തു പകരാനും പറ്റണം. ചുരുളി ചേലച്ചൂട് മേഖലയിലെ മനുഷ്യർ കരുത്തുള്ളവരാണ്. താളമേളകൾ പഠിക്കുന്നതിലും അത് എല്ലായിടത്തും പോയി പെർഫോം ചെയ്യുന്നതിലും കരുത്തുള്ളവര്, കളരിക്കാര്, കരാട്ടേക്കാര്, വോളിബോളുകാര്, ഇങ്ങനെ കാലഘട്ടം മുമ്പേ തൊട്ട് ചുരുളിക്കാരെയും ചേലച്ചൂടുകാരെയും പറ്റി നാട്ടിലുള്ള ഖ്യാതി അവർ കരുത്തുള്ള മനുഷ്യരാണ് എന്നതാണ്. റാങ്ക് നേടിയ മനുഷ്യരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അത് ഇപ്രകാരം പറഞ്ഞു തരുന്നു: വിജ്ഞാനത്തിന്റെ കരുത്തുമുണ്ട്. അപ്പൊ തിരുനാൾ നമ്മളോട് ചോദിക്കുന്നു, വിജ്ഞാനത്തിന്റെ കരുത്തുണ്ട്, കായികമായ കരുത്തുണ്ട്, നിനക്ക് ആത്മീയമായ കരുത്ത് എപ്രകാരമുണ്ട്? ആത്മീയമായ കരുത്ത് നീ മറ്റുള്ളവർക്ക് എത്രമാത്രം പകരുന്നുണ്ട് എന്ന്. അതിന്റെ ഉത്തരം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കിടക്കട്ടെ. വീണ്ടും നമ്മൾ ആദ്യം വരച്ചു വെച്ച ചിത്രത്തിലേക്ക് തിരികെ പോകാം. ആ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ചുരുങ്ങിയ ഉടലാണ്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തെ സംരക്ഷിച്ചു പിടിക്കുന്ന, അവന്റെ ഹൃദയവാരിയല്ലുകളെ സംരക്ഷിക്കുന്നത് ചുരുങ്ങിക്കിടക്കുന്നു. ആ രൂപത്തിന് ഒരു ആകൃതിയില്ല, വലിയ തല, ആകൃതിയില്ലാത്ത മനുഷ്യൻ, ചുരുങ്ങിയോടൽ, ആകൃതിയില്ലാത്ത മനുഷ്യൻ. അടുത്തിടെ ഇങ്ങനെ പരിചയപ്പെട്ടു, ഇന്നിന്റെ ലോകം പരസ്പരം എന്നാ കരുത്തു പകരുന്നേ എന്ന ചോദ്യത്തിന് 3 പേര് ചേർന്നിട്ട് കച്ചവടം ആരംഭിച്ചു. എന്ന് വെച്ചാൽ ഏലക്കായുടെ കച്ചവടം. അതിൽ 2 പേർ ചേർന്നിട്ട് പുതിയ തോട്ടം ലീസിനെടുത്തു. ആ
അവര് പണി തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യന് അമേരിക്കയിൽ പോകാൻ ഭാഗ്യം ലഭിച്ചു. അവൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ നാട്ടിലുള്ളവൻ ചോദിച്ചു, ഞാൻ തന്നെയല്ലേ, എനിക്കൊരു കൂട്ടുകാരനെ വേണം. അമേരിക്കയിൽ പോയവന്റെ ഒരു കൂട്ടുകാരൻ, ജീവിക്കാൻ നിവൃത്തിയില്ല, ഏതെങ്കിലും തോട്ടത്തിൽ പണിയാൻ എന്നെ കൂട്ടാമോ എന്ന് അമേരിക്കയ്ക്ക് പോകാനിരുന്നതിന്റെ തലേ ദിവസം എബിനോട് പോയി ചോദിച്ചു. എബിൻ പറഞ്ഞു, നിന്നെ കൂട്ടാം, നിന്നെ പണിക്കാരനായിട്ടല്ലടാ, നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ച് എത്ര കാലഘട്ടമായി ഈ രാജകുമാരി മേഖലയിലൂടെ നടക്കുന്നു, നിന്നെ ഒരുമിച്ച് ഞാൻ കൂട്ടുപങ്കാളിയാക്കി കൃഷി നടത്താൻ പോകുന്നു. അവൻ അമേരിക്കയിലേക്ക് പോയപ്പോ നാട്ടിലുണ്ടായിരുന്ന ആദ്യത്തെ പാർട്ണറിന്റെ കൂട്ടത്തിൽ ഇവനെയും ചേർത്ത് വെച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം, 1.5 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലുള്ളവന്റെ മൊബൈലിലേക്ക് ടിം എന്ന് പറയുന്ന ശബ്ദത്തോടെ ഒരു മെസ്സേജ് വരുന്നു. അവന്റെ മൊബൈലിൽ ഇപ്രകാരം ബാങ്കിൽ നിന്നുള്ള മെസ്സേജ്,